തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു വരുന്ന പുതിയൊരു സൂപ്പർ ഹീറോ ഫാൻറ്റസി യൂണിവേഴ്സാണ് പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ്. അതിലെ ആദ്യത്തെ പടമാണ് ഹനുമാൻ. കിടിലം പടം. ഇത് കിടിലം പടം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ബഡ്ജറ്റും ഇതിലെ VFXും ഇതിൽ ഉപയോഗിക്കുന്ന ആ ഒരു കോൺസെപ്റ്റും ഒക്കെ കൂടി തന്നെയാണ്. ഇതൊരു മിത്തോളജിക്കൽ സൂപ്പർ ഹീറോ ഫിക്ഷണൽ ഫാൻറ്റസി സ്റ്റോറിയാണെന്ന് പറയാം. കാരണം ഹനുമാനെ ബേസ് ചെയ്തിട്ടാണ് തന്നെ ഈ സിനിമ. സോ ഒരു മിത്തോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ ആ ഒരു സൂപ്പർ ഹീറോ നേച്ചർ കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. സോ ഇതൊരു ഭക്തിപ്പടമായിട്ടല്ല, ഒരു ഫിക്ഷണൽ ഫാൻറ്റസി മൂവി ആയിട്ട് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഓഫ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ആദിപുരുഷ് കണ്ട പോലെയുള്ള കമനീയ ശേഖരങ്ങളൊന്നും അല്ല ഇതിൽ കാണാൻ പറ്റും. നല്ല കിടിലം VFX ആണ് പടത്തിൽ കമ്പയർഡ് ടു ആദിപുരുഷ്. ഈ സിനിമ ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യേണ്ട ആ ഒരു പടത്തെ വെച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് അറൗണ്ട് 20-25 കോടി രൂപയാണ്. സോ ഈ പൈസ വെച്ച് അറൗണ്ട് × 10 × 100 ഒരു 30 പടം എടുക്കാം. ആദിപുരുഷൻ്റെ ബഡ്ജറ്റ് വെച്ച് 30 ഹനുമാൻ ഈ പടം എടുക്കാം. സോ കണ്ട് പഠിക്കണം പറയുക. ആദിപുരുഷനൊക്കെ മുഖത്തടിച്ച പോലെയാണ് ഇത്. ആ വർഷം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ദ ടോക്ക് ഓഫ് ദി ടൗൺ. സ്റ്റിൽ ഇത് തന്നെയാണ് ഇനിയുള്ള സൂപ്പർ ഹീറോ സിനിമകളുടെ ഒരു ബാർ ഇതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് പോകേണ്ടി വരും ഇനി വരാനിരിക്കുന്ന സിനിമകളൊക്കെ. സോ അത്തരത്തിൽ ഈ മിനിമൽ ബഡ്ജറ്റ് വെച്ച് ഈ കിട്ടുന്ന പൈസ വീട്ടിൽ കൊണ്ടുപോകാണ്ട് പൈസ ചിലവ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ സിനിമ വ്യക്തമായിട്ട് കാണിച്ചിരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ കഥയോ കഥാപാത്രങ്ങളോ ബാക്കിയൊന്നും നിങ്ങളൊന്നും നോക്കണ്ട. ഇത് ജസ്റ്റ് ആ ഒരു VFX, അതിൻ്റെ മേക്കിംഗ്, ആ ഒരു സിനിമാറ്റിക് അപ്രോച്ച് അത് കാണാൻ വേണ്ടി മാത്രം പോയി നോക്കുക. ഹോളിവുഡൊന്നും ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടായി. കാരണം ഇപ്പോൾ കൊറിയൻ, ജപ്പാനീസ് പോലെയുള്ള കമ്പയർഡ് ടു ഹോളിവുഡ് വളരെയധികം കുറഞ്ഞ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന സിനിമകൾ എടുക്കുന്ന മറ്റ് ഫിലിം ഇൻഡസ്ട്രീസൊക്കെ ഗംഭീര വർക്കുകൾ ചെയ്ത് നമ്മൾ കണ്ടതാണ്. സോ അത്തരത്തിലുള്ള സാധനങ്ങൾ എപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരിക നമ്മൾ കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സിനിമകൾക്ക് പുറത്തിറങ്ങുന്നത്. സോ ഇങ്ങനത്തെ ഒരുപാട് നല്ല കഥകളുണ്ട് നമ്മുടെ കയ്യിൽ. അതിന് ഈ രീതിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഭക്തിപടമായിട്ടല്ല ഇവർ എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു മിത്തോളജിക്കൽ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ എടുത്തിട്ട് വളരെ നീറ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹ്യൂമർ ഉണ്ട്, ഇതിൽ ആക്ഷൻ സീക്വൻസുകളുണ്ട്, ദെൻ ആ ഒരു സൂപ്പർ ഹീറോ ടച്ച് ഉണ്ട്. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് വേണ്ട ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രീക്വൽ പോലെയാണെങ്കിൽ ഒരു ഫസ്റ്റ് പാർട്ട് പോലെയാണ് ഈ സിനിമ സെർവ് ചെയ്യുന്നത്. സോ ഒരു പക്ഷേ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എൻഡിങ് ഒക്കെ അടിപൊളിയാണ്, നല്ല പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ നല്ലൊരു തുടക്കവും പോരാത്തതിന് ഒരു പക്ക നല്ലൊരു മിത്തോളജിക്കൽ ഫാൻറ്റസി സൂപ്പർ ഹീറോ സിനിമ കണ്ടൊരു ഫീൽ നമുക്ക് നൽകുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ ഈ ഒരു ജോണർ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് സൂപ്പർ ഹീറോ മിത്തോളജിക്കൽ ജോണേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർ, അതങ്ങനത്തെ കുറേ കഥകളൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. ലോജിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇതൊരു ഫാൻറ്റസിയാണ്. സോ ലോജിക്ക് ഇല്ലാത്ത പടം ഒന്നെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ പടത്തിൽ പോകണ്ട. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നിട്ട് ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ പ്രതീക്ഷിച്ച് പോയാൽ തീർച്ചയായിട്ടും ഈ സിനിമ എങ്ങനെ പോലും സാറ്റിസ്ഫൈ ചെയ്യും. ഓൾറെഡി ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.